ലൈംഗിക വിവാദത്തിൽ നാണം കെട്ടതോടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സസ്പെൻഡ് ചെയ്ത് കോൺഗ്രസ്. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയാണ് കോൺഗ്രസിന്റെ മുഖം രക്ഷിക്കൽ. രാഹുൽ MLA സ്ഥാനം രാജിവെക്കാൻ തയ്യാറാകാത്തതോടെയാണ് പാർട്ടിയുടെ നടപടി. ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരുമെന്ന് നിയമോപദേശം ലഭിച്ചതോടെയാണ് 6 മാസത്തെ സസ്പെൻഷനിൽ ഒതുക്കിയത്. PR പ്രവീണ വിശദാംശങ്ങളുമായി ചേരുന്നു. പ്രവീണ, അങ്ങനെ 6 മാസത്തെ സസ്പെൻഷൻ എന്നതിലേക്ക് പാർട്ടി എത്തിച്ചേർന്നിരിക്കുന്നു. നിശ്ചയമായിട്ടും വരും ദിവസങ്ങളിലും MLA സ്ഥാനം ഒഴിയണം എന്ന സമ്മർദ്ദം വരുമായിരിക്കും. അതിനെ എങ്ങനെ മറികടക്കാമെന്നാണ് കോൺഗ്രസ് കാണുന്നത്? എന്തുകൊണ്ട് MLA സ്ഥാനം ഒഴിയേണ്ടതില്ല എന്നാണ് അവർ വിശദീകരിക്കുക? തന്നെ ദേശീയ നേതൃത്വം ഇടപെട്ട് തീരുമാനമെടുക്കാനുള്ള പൂർണ്ണ അധികാരം KPCCക്ക് നൽകുകയായിരുന്നു. 2 ദിവസമായി മുതിർന്ന നേതാക്കൾ എല്ലാവരുമായും ചർച്ച നടത്തിയാണ് ഇപ്പോൾ KPCC ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഇന്നലെ രാത്രി തന്നെ ധാരണ എത്തിയിരുന്നു. രാഹുലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ നടപടി. രാഹുലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്, എന്നാൽ MLA സ്ഥാനം രാജിവെപ്പിക്കില്ല. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം 2 കാര്യങ്ങളാണ്. ഒന്ന്, രാഹുൽ MLA സ്ഥാനത്ത് നിന്ന് രാജിവെക്കില്ല എന്നുള്ള നിലപാടെടുത്തിരുന്നു, അത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോയ രാഹുൽ രാജിവെക്കുകയും 2 ചട്ടങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. ഒന്ന്, 1 വർഷത്തിൽ താഴെയാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടതില്ല എന്ന് പറയുമ്പോഴും 6 മാസത്തിനുള്ളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കണമെന്നുള്ള ഒരു ചട്ടം കൂടിയുണ്ട്. അപ്പോൾ ഈ 6 മാസത്തെ കാലാവധി എന്ന് പറയുന്നതിലേക്ക് ഇലക്ഷൻ കമ്മീഷൻ എത്തുകയും ഇലക്ഷൻ പ്രഖ്യാപിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ രണ്ടാമതൊരു ഉപതെരഞ്ഞെടുപ്പ് കൂടി കോൺഗ്രസ് പാർട്ടിയെ അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ളൊരു പൊതുവികാരം ഉണ്ടാകുകയും അത് പാർട്ടിക്ക് എതിരാവുകയും ചെയ്യുമെന്നുള്ള ഒരു നിയമോപദേശം കൂടി കിട്ടിയിരുന്നു. ഈ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാൽ തൽക്കാലം രാജി വേണ്ട, പാർട്ടിയിൽ നിന്ന് പുറത്താക്കി നടപടികളിലേക്ക് പോവുക എന്നുള്ള നിർദ്ദേശം നൽകിയത്. ഒപ്പം തന്നെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കരുത് എന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുലിന് സീറ്റ് നൽകേണ്ടതില്ല എന്നുള്ള കാര്യവും തീരുമാനിച്ചിട്ടുണ്ട്. ശരി പ്രവീണ, ഞാൻ തിരിച്ചുവരാം. കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ട്. ടെലിഫോൺ ലൈൻ തന്നെ തുടരണം. ഇപ്പോൾ അഡ്വക്കേറ്റ് സരിൻ, CPM നേതാവ്, അദ്ദേഹം നമ്മോടൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. അഡ്വക്കേറ്റ് സരിൻ, ഇപ്പോൾ കോൺഗ്രസ് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണെന്ന് പറയുമ്പോഴും തങ്ങൾക്കാകാവുന്ന വിധത്തിലുള്ള ധാർമ്മികത കാണിച്ചു എന്ന് അവരെ അഭിനന്ദിക്കേണ്ടതല്ലേ ഈ ഘട്ടത്തിൽ? സനീഷ്, ഇവിടെ കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന മൂല്യം എന്ന് പറയുന്നത് കോൺഗ്രസിന് യോഗ്യനല്ല എന്ന് തോന്നുന്ന ഒരാളെ ജനങ്ങളുടെ മേൽ തുടരാൻ അനുവദിക്കുന്നതിന്റെ ഒരു രീതിയാണ്. അതായത് കോൺഗ്രസിന് അറിയാം അത് കോൺഗ്രസ് പാർട്ടിയുടെ നിലയ്ക്കും വിലയ്ക്കും ചേരുന്ന പ്രവർത്തികളല്ല അയാൾ ചെയ്തത് എന്ന്. എന്നാൽ ജനങ്ങളുടെ മേൽ അതേ ആളുടെ ജനപ്രതിനിധി എന്നുള്ള ലേബൽ അത് തുടരണം എന്നും തന്നെ പറയുന്നു. അതായത് കോൺഗ്രസിന് പോലും വേണ്ടാത്ത ഒരാളെ ഇനി എങ്ങനെയാണ് ജനങ്ങൾ സഹിക്കേണ്ടത് എന്നുള്ളതിന് ഒരുപക്ഷെ ജനകീയമായിട്ടുള്ള മറുപടികൾ തന്നെ കോൺഗ്രസ് കേൾക്കേണ്ടി വരും. ഇപ്പൊ കാണിക്കുന്ന ഈ രീതികൾ കോൺഗ്രസിന്റെ മാതൃകയാണ് എന്ന് കോൺഗ്രസ് തന്നെ 2 ദിവസം മുന്നേ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. നോക്കിക്കോളൂ, നിങ്ങൾ കണ്ടിട്ടില്ലാത്ത രീതിയിൽ, നിങ്ങളെ കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിൽ ഞങ്ങൾ ഇതാ നടപടി എടുക്കാൻ പോകുന്നു എന്ന്. അതായത് മാതൃക കാണിക്കാൻ ദിവസങ്ങൾ ഇങ്ങനെ അവർ ബൈ ചെയ്യായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് രാഹുലിന്റെ ബാർഗെയിനിങ് പവർ, രാഹുൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള കൊലാട്രൽ ഡാമേജ്, രാഹുൽ വിളിച്ചു പറയാൻ പോകുന്നതിൽ തകർന്നടിയാൻ പോകുന്ന പല രാഷ്ട്രീയ ബിംബങ്ങളുടെയും പ്രതിച്ഛായ, ഇതിനെ മെഷർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അസസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും മണിക്കൂറുകളിൽ, ദിവസങ്ങളിൽ. എന്നിട്ട് ഇപ്പൊ ഇതൊരു ഒതുക്കി തീർക്കൽ പോലൊരു സസ്പെൻഷനായി. ഇവിടെ ഈ ഉപതെരഞ്ഞെടുപ്പ് എന്നത് അവർ മുന്നോട്ട് വെക്കുന്ന ഒരു വിശദീകരണമാണ്, ന്യായീകരണമാണ്. അത് വസ്തുതാപരമല്ലേ? ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ ഇദ്ദേഹത്തിന് വലിയ ചീത്തപ്പേരുണ്ട്, മറ്റൊരാളെ നിർത്തിയാലും BJPയോ CPMോ ജയിച്ചു പോകും, അവിടെ ഒരു ഈ ഉപതെരഞ്ഞെടുപ്പ് നടത്താനുള്ള സാഹചര്യമില്ല എന്ന് വെച്ചാൽ പോലും BJP ഏതെങ്കിലും വിധത്തിൽ ആ സീറ്റ് പിടിക്കാനായിട്ട് അവരെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ തങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് വലിയ തിരിച്ചടി ഉണ്ടാകും, പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു കാലത്തേക്ക് പോകുമ്പോൾ, ലോക്കൽ ബോഡി ഇലക്ഷനും നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ പിന്നാലെ വരുമ്പോൾ എന്ന് അവരുടെ ഒരു ബേജാറ് ന്യായീകരിക്കാവുന്നതല്ലേ? ആ നിലക്ക് ഈ നിലപാടിൽ ഒതുക്കുന്നതിനെ രാഷ്ട്രീയ കേരളം അനുവദിക്കുകയല്ലേ വേണ്ടത്? അത് ശരി. അതായത് സനീഷ് പറയുന്നത് കോൺഗ്രസ് ആയിട്ട് വരുത്തി വെച്ച ഒരു വിന, കോൺഗ്രസ് പാലക്കാടിന്റെ മേൽ വെച്ച ഒരു പാപം, ആ പാപം തൽക്കാലം ഞങ്ങൾ ഇറക്കി വെക്കാൻ സൗകര്യമില്ല, പാലക്കാട് അങ്ങ് സഹിച്ചേക്കണം, രാഷ്ട്രീയ കേരളം അങ്ങ് സഹിച്ചേക്കാം എന്നാണ്. അവർക്ക് BJPയെ പേടിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ BJP അവിടെ ജയിച്ചു കയറാൻ സാധ്യതയുണ്ട് എന്നുള്ള അവരുടെ വിലയിരുത്തലാണല്ലോ ഇതിനൊക്കെ കാരണം ആയിട്ട് ഇപ്പോ സനീഷ് തന്നെ സമ്മതിച്ചു തരുന്നത്. ഇവിടെ അതിലും അപകടകരമായ ഒരു രാഷ്ട്രീയം, അവിടെ തോൽക്കുന്നത് BJPയോട് എങ്ങാനും സംഭവിച്ചാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും വരാൻ പോകുന്ന റിസൾട്ട് എന്നുള്ളത് അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇതിനെ ഭയക്കുന്ന കോൺഗ്രസ്, വെറും രാഷ്ട്രീയത്തിലേക്ക് ഇതിനെ ചുരുക്കുന്ന കോൺഗ്രസിനോട് CPMന്
രാഷ്ട്രീയ പ്രബുദ്ധത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ പറയാനുള്ളത്. ഇവിടുത്തെ ജനങ്ങൾ മണ്ടന്മാരല്ല, പാലക്കാട്ടത്തെ ജനങ്ങൾ. അവർക്കറിയാം BJP-യെ തോൽപ്പിക്കാൻ കോൺഗ്രസിന് വോട്ട് ചെയ്ത അതേ മനുഷ്യർക്ക് BJP-യെ തോൽപ്പിക്കാൻ കോൺഗ്രസിന് വോട്ട് ചെയ്തു എന്നുള്ളതിന്റെ കുറ്റം പേറുന്നവർക്ക് അത് തിരുത്താനും അറിയാം എന്നുള്ളതും അത് രാഷ്ട്രീയമായി തന്നെ CPM അത് നിർവഹിക്കാൻ ഇവിടെ തയ്യാറാണ് എന്നുള്ളതും ഈ മണ്ഡലത്തിനറിയാം. ഈ ഞാനൊന്ന് ഇടപെട്ട് ഒരു കോൺഗ്രസ് നേതാവിനെ കൂടെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ടെലിഫോണിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് ചർച്ചയായിട്ട് കൊണ്ടുപോകാം. അല്ലെങ്കിൽ ഈ ഒരു ചോദ്യം കൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. ഒറ്റ കാര്യം ശ്രീ അഡ്വക്കേറ്റ് സരിൻ, അതായത് ഇതിനകത്ത് ഈ CPM-നെതിരായിട്ട് ഇപ്പോൾ മുകേഷ് MLA-ക്കെതിരായിട്ടൊക്കെയുള്ള ആക്ഷേപങ്ങൾ അവരുടെ അടുത്ത് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇവിടെ ഈ സംഭവങ്ങൾ ഉണ്ടായിട്ടും കോൺഗ്രസ് പാർട്ടിക്കകത്ത് വനിതാ നേതാക്കളടക്കം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെയും രാഹുലിനെ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞു. അതിശക്തമായിട്ടുള്ള വാക്കുകൾ അദ്ദേഹത്തെ എതിർക്കുകയാണ്. എന്ന് മാത്രമല്ല കോൺഗ്രസിൻ്റെയും UDF-നകത്തെയും അണികൾ രാഷ്ട്രീയമായിട്ട് അല്ലാതെ സൈബർ ബുള്ളിയിങ് അല്ലെങ്കിൽ സൈബർ ആക്രമണം നടത്തുകയാണ് ആ രാഷ്ട്രീയാഭിപ്രായം പ്രകടിപ്പിച്ച കോൺഗ്രസ് വനിതാ നേതാക്കൾക്കെതിരെ. അങ്ങനെ ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ട് പോലും അതിശക്തമായിട്ട് രാഹുലിന്റെ കാര്യത്തിൽ നിലപാടെടുത്ത കോൺഗ്രസ് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ധാർമ്മികമായിട്ട് അവരുടെ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞു. പക്ഷേ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകാതിരിക്കാൻ ഞങ്ങൾ ഏതായാലും MLA സ്ഥാനത്ത് ഒഴിവാക്കുന്നില്ല എന്ന ന്യായീകരണം നാട്ടുകാർക്ക് ബോധ്യപ്പെടുമല്ലോ എന്നാണ് എൻ്റെ സംശയം. അനീഷ്, എങ്ങനെയാണ് ഇത് നാട്ടുകാർക്ക് ബോധ്യപ്പെടുക? ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. ഒരു പാർട്ടിയിൽ കൊള്ളരുതാത്തവൻ എന്ന ലേബൽ അടിച്ച് അവന്റെ ചെയ്തികളുടെ പേരിൽ അയാളെ ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ ആ പാർട്ടിക്ക് മടിയില്ല. എന്നാൽ അതേ ആളെ, ആ ചെയ്തികൾ ചെയ്ത അതേ ആളെ ഒരു പ്രദേശത്തിന്റെ MLA ആയി ജനങ്ങളുടെ മുഴുവൻ ജനപ്രതിനിധിയായി നിലനിർത്തുന്നത് രാഷ്ട്രീയ ധാർമ്മികതയാണ് എന്നും പറഞ്ഞ് പാലക്കാട്ടേക്ക് വന്നാൽ മതി. ഈ മുനിസിപ്പൽ ഇലക്ഷനും പഞ്ചായത്ത് ഇലക്ഷനും ഒക്കെ നടക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങളോട് ഇതിനേക്കാൾ വല്ല കൊഞ്ഞനം കാട്ടാൻ കോൺഗ്രസിന് കഴിയില്ല. രാഹുൽ ഗാന്ധി ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ മൂല്യം അല്ലെങ്കിൽ പൊതു ഇടങ്ങളിൽ പെരുമാറുമ്പോൾ കോൺഗ്രസ് നേതാക്കൾക്ക് ഉണ്ടാകേണ്ടുന്ന ഒരു മോറൽ കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്നത് പോലെയുള്ളതിന്റെ ഒക്കെ നേരെ വിപരീതമായിട്ട് കോൺഗ്രസ് കേരളത്തിൽ അധികാര രാഷ്ട്രീയത്തിന്റെ തുടർച്ചയ്ക്ക് വേണ്ടി മാത്രം ഇത്തരം നിലപാടെടുക്കുന്നത് ജനം പുച്ഛിച്ചു തള്ളും. അത് യാതൊരു തർക്കവും എടുത്തിനിടയില്ലാത്ത ഒരു കാര്യമാണ് എന്നുള്ളത് കോൺഗ്രസ് എത്രയും പെട്ടെന്ന് മനസ്സിലാക്കി അതിന്റെ നടപടിയിലേക്ക് കടന്നാൽ അവർക്ക് അവരുടെ മുഖം രക്ഷിച്ചെടുക്കുകയെങ്കിലും ചെയ്യാം. ശരി, വളരെ നന്ദി സരിൻ. ഞങ്ങളോട് സംസാരിച്ചതിന് ഞാൻ ഒരു കോൺഗ്രസ് നേതാവിനെ കൂടെ പ്രതീക്ഷിച്ചിരുന്നു. അങ്ങനെ ഒരു ചർച്ചയായിട്ട് വികസിപ്പിച്ച് കൊണ്ടുപോകാമെന്നാണ് കരുതിയത്. അതിന് മറ്റുള്ളവരാരും ഫോൺ എടുക്കുന്നില്ല. ഏതായാലും വളരെയധികം നന്ദി. താങ്കൾ പറഞ്ഞ ആ കാര്യങ്ങളിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളോട് ഞാൻ യോജിക്കുക തന്നെയാണ്. നിശ്ചയമായിട്ടും ഇതിപ്പോൾ കോൺഗ്രസ് തന്നെയും എടുത്ത് തലയിലേക്ക് വെച്ച ഒരു കുറ്റകൃത്യമാണ്. ആ നിലക്ക് കാണണം അതിനെ. ഇത്ര മോറലായിട്ട് കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നൊരു നേതാവിനെ ആ കാര്യങ്ങൾ നേരത്തെ അറിയാമായിരുമ്പോൾ തന്നെ അവിടെ കൊണ്ടുപോയി സ്ഥാനാർത്ഥിയാക്കി MLA ആക്കി എന്നത് ഇപ്പോൾ ചെന്നുപെട്ടിരിക്കുന്ന ബുദ്ധിമുട്ടിന് നിശ്ചയമായിട്ടും കാരണമാണ്. അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള ആക്ഷേപങ്ങൾ സരിനടക്കം രാഷ്ട്രീയ എതിർപക്ഷത്ത് നിന്ന് ഉന്നയിക്കുന്ന ആളുകൾ പറയുന്ന ഈ ആക്ഷേപങ്ങൾ അവർ കേൾക്കേണ്ടത് തന്നെയാണ്. എന്തായാലും വളരെയധികം നന്ദി ഞങ്ങളോട് ഇപ്പോൾ പ്രതികരിച്ചതിന്. PR